സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൂരി ഉണ്ടാക്കലാണ്. നല്ല സോഫ്റ്റ് പൂരിയാണ്. അപ്പം കണ്ടു നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വറുത്ത റവ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ആദ്യം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കണം. വെള്ളം നമുക്ക് കറക്റ്റ് അളവ് ഞാൻ പറയണില്ല. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ച് നോക്കാം. എന്താ വെച്ചാൽ പല ഗോതമ്പ് പൊടിയും പല ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുറേശ്ശെ ഒഴിക്കുക. വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം മാവൊന്ന്. അപ്പോൾ നമ്മളുടെ പൂരിക്കുള്ള മാവ് ഏതാണ്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുക തന്നെ. അപ്പോൾ നമ്മുടെ മാവിന് ഇനി കുറച്ച് ഞാൻ ഒരു ലേശം എണ്ണ ഒന്നും കൂടെ എടുത്ത് മുകളിൽ തേച്ച് ഒന്നും കൂടെ തടവി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട് കുഴച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, പൂരിക്കുള്ള ചപ്പാത്തിയുടെ കൺസിസ്റ്റൻസി അല്ല. ചപ്പാത്തിക്ക് നല്ല ഡ്രൈ ആയിരിക്കണം. പൂരിക്കാകുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. വല്ലാണ്ട് ഡ്രൈ ആയ പൂരി വല്ലാണ്ട് ഡ്രൈ ആയി പോവുകയുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് എണ്ണ, നമ്മളുടെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കയ്യിൽ ഒരു ലേശം കുറച്ചേ വേണ്ടൂ, വളരെ കുറച്ച്. എന്നിട്ടൊന്ന് മാവിലൊന്നും കൂടി ആക്കിയിട്ട് നമുക്കൊന്നും കൂടെ കുഴച്ചെടുക്കണം. ഒന്ന് വെറുതെ കുഴയ്ക്കുക ഒന്ന് അതിൽ നല്ലോണം ആവാൻ വേണ്ടിയിട്ടൊന്നും കൂടി മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റാക്കി അങ്ങനെ ആക്കി കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെറിയ ഉരുളകൾ എടുത്ത് പരത്തി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങും. പരത്തുമ്പോൾ ഞാൻ പൊടി ഉപയോഗിക്കുന്നില്ല. ഈ ഓരോ ഉണ്ടകളും കുറച്ച് എണ്ണയിൽ മുക്കിയിട്ടാണ് ഒന്ന് പരത്തിയെടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പൂരി നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ അതാ നമ്മളുടെ മാവ് സൂപ്പറായിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് പൂരി ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പൂരി ഉണ്ടാക്കി ചെറിയ ഉരുളകളാക്കി ഉരുട്ടിടുക. ഓരോ ഉരുളി എടുത്തിട്ട് എണ്ണയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് പരത്താം. പരത്തി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ, അപ്പോൾ ഈ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി, ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ പൂരി റെഡിയായി വരുന്നു. പൂരി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എണ്ണ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രമേ പൂരി ഇടാവൂ. അപ്പോൾ എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എണ്ണ അങ്ങനെ നല്ല ചൂട്ട് ഇളച്ച് വരുമ്പോൾ നമ്മൾ പൂരി ഇടുക. പിന്നെ മറിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ലോ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിലാക്കുക. പിന്നെ വീണ്ടും പൂരി ഇടുന്ന വാങ്ങിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം എണ്ണ ചൂടാവണം. ആ സമയത്ത് പൂരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായി പൊള്ളച്ച് വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ ഒരു കാര്യം. പിന്നെ ഷേപ്പാക്കലൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യം നേരത്തിനനുസരിച്ച് ചെയ്യാം. ഇനി കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ബോക്സ് എന്തെങ്കിലും വെച്ച് വെട്ടിയെടുക്കാവുന്നതുമാണ്. ഇതാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ പൂരികളും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കി കാണിക്കാം അടുത്ത വീഡിയോയിൽ. അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൂരി റെഡി ആയി കഴിഞ്ഞു. ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ഒന്ന്. അതാ പൂരി റെഡി. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.